ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ജോലികളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒന്ന് ഡയറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്നോട് ഡയറ്റീഷ്യൻ വെജിറ്റബിൾസ് ഇങ്ങനെ സാലഡ്സ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് റോ വെജിറ്റബിൾസ് കഴിക്കുമ്പോഴത്തേലും ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു സാധനവും എനിക്ക് റോ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കുക്ക് ചെയ്തിട്ട് കഴിക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റോ ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ബട്ട് പറ്റാത്തത് നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ കുക്കുംബർ, ക്യാരറ്റ്, കുറച്ച് ടൊമാറ്റോ ഇതൊക്കെയാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലോട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം കുക്കർ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കാണ് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇത് ഞാൻ ബോയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എൻ്റെ കയ്യിൽ ഇറ്റാലിയൻ ഡ്രസ്സിങ് എന്നും പറഞ്ഞിട്ട് ഒരു ഡ്രസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് കഴിക്കാം. പക്ഷേ ഞാൻ ഈ വീഡിയോ ഫുള്ള് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനതങ്ങ് മറന്നുപോയി. ഈ ഡ്രസ്സിങ് അത് മിക്സ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തടുത്ത ജോലിയിലേക്ക് പോയപ്പോഴേക്കും അതിൽ അങ്ങ് ഇതായി പോയതുകൊണ്ടാണ്. അപ്പം ഇനി ഞാൻ ഇതുപോലെ കുക്ക് ചെയ്യുമ്പോഴത്തേലും ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കുക്കർ നമ്മൾ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും വെച്ച് ഇങ്ങനെ ഒരു സ്റ്റാൻഡും വെച്ചതിന് ശേഷം ഈ പാത്രം ഉണ്ടല്ലോ, ഈ വെജിറ്റബിളിൻ്റെ ഈ പാത്രം ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കുവാണ് കേട്ടോ. എന്നിട്ട് അത് കുക്കർ അടച്ചു കൊടുത്തിട്ട് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും ഒരു ഹാഫ് ബോയിൽഡ് ആവും. പക്ഷേ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. ചിലരുടെ ഒരു വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. എനിക്ക് പക്ഷേ കുറച്ച് കുക്ക്ഡായിട്ട് വേണമെന്നുള്ളത്, സെമി കുക്ക്ഡ് പോരാ, കുറച്ച് കുക്ക്ഡായിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 2 വിസിൽ അടുപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിന്നൊരു തോരൻ വെക്കുവാണ്. അപ്പോൾ മുരിങ്ങയില തോരനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മുരിങ്ങയില തോരനൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഇവിടെ ഇന്ന് വെച്ചത് കൊണ്ട് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയില കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ തോരനായിട്ട് വെക്കുന്നുണ്ട്. കുറച്ചെടുത്തിട്ട് ഞാൻ അത് ഇതുപോലെ വേവിച്ചിട്ട് ഞാനതങ്ങ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് കേട്ടോ, ഫ്രീസറിൽ വെക്കും. അപ്പോൾ അത് നല്ലതായിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യുമ്പോഴത്തേൽ അത് പെട്ടെന്ന് എടുത്ത് ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയിൽ ചിലർ മുരിങ്ങയില അങ്ങനെ തന്നെ നേരിട്ട് എണ്ണയിൽ വഴറ്റി എടുക്കാറാണ് പതിവ്. ഓരോരുത്തരും ഓരോ സ്റ്റൈലും. ഞാൻ ചെയ്യുന്നത് എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ സവാളയും ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി, മുരിങ്ങയില കാണിച്ചുകൊണ്ട് അത് അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വെക്കുവാണ്. അത് കഴിഞ്ഞ് ബാക്കി പിന്നെ ഇതിൽ കൂടെ ചേർക്കത്തില്ല കേട്ടോ, അത് പ്രത്യേകം കുക്ക് ചെയ്ത് അത് മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങയില അപ്പോൾ ആവശ്യത്തിന് മുരിങ്ങയിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നും ചേർക്കത്തില്ല, മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, ആ പച്ചമുളകിൻ്റെ ഇതിൽ തന്നെയാണ് ഇത് വെന്ത് വരുന്നത്. അപ്പോൾ മുരിങ്ങയില തോരൻ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് ഒന്ന് വെന്ത് ഏകദേശം ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് സമയം കൂടി അതൊന്ന് ഇതായാൽ മതി. മുരിങ്ങയിലൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനൊന്നും ഇതിൻ്റെ ഒരു മുരിങ്ങയിലയുടെ ഒന്നും ഗുണങ്ങൾ അറിയില്ല. അവർ ചിലപ്പോൾ തോരൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു
കോ സിസ്റ്ററിൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിന് അയൺ കുറച്ച് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുരിങ്ങയിലൊക്കെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേല് അവർക്ക് അവിടെയൊന്നും കിട്ടുന്നില്ല ഈ മുരിങ്ങയില എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ഇങ്ങനെ പൗഡർ രൂപത്തിൽ വല്ലതും മേടിച്ചിട്ട് അങ്ങനെ കഴിക്കാനേ പറ്റുമെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു മെഡിസിനൽ പ്ലാന്റ്സ് ഒന്നും കണ്ടു കിട്ടാൻ പോലും ഇല്ല. അപ്പോൾ ഈ മുരിങ്ങയിലയിലാണെങ്കിൽ ഒരുപാട് അയൺ കണ്ടന്റും ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിത് കാണിച്ചത് തന്നെ. കാരണം ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വളരെ എളുപ്പത്തിലൊക്കെ കിട്ടും. ഇതൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചാണ് ഞാൻ ഇവിടുത്തെയൊക്കെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇപ്പം ഞാൻ ഹസ്ബൻഡിനോടും എനിക്കും കുറച്ച് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ എനിക്ക് ഒന്നിൻ്റെയും മെഡിസിൻ എടുക്കാൻ പറ്റത്തില്ല. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗ്യാസ്ട്രൈറ്റിസ് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത് മുരിങ്ങയില കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്തതിന് ശേഷം ഞങ്ങളൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. പിന്നെ അപ്പം നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കാനായിട്ട് വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ എടുക്കുകയാണ്. ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവരും കൊച്ചു കുട്ടികളും ഒന്നും ഞാൻ ഈ എടുത്തതുപോലെ എടുക്കരുത്. നമുക്ക് പിന്നെ കുറച്ചത് തണുത്തിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസും കൂടെ കൊണ്ടങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ആരും ചെയ്യല്ലേ. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഈ മുരിങ്ങയില, സവാളയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. എണ്ണയിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് ഉപ്പും. കാരണം എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ഞാനിത് തണുത്തതിന് ശേഷം എടുത്ത് ഫ്രീസറിൽ ഒരു കണ്ടെയ്നറിൽ വെച്ച് അങ്ങ് വെക്കുവാണ്. ഇതൊന്നുകിൽ ഇനി അടുത്ത എപ്പോഴെങ്കിലും തോരൻ വെക്കുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ കറി വെക്കുമ്പോഴത്തേൽ നമ്മളൊരു അല്പം വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വെച്ചിട്ടെങ്ങാനും നമ്മൾ ആ വെജിറ്റബിൾ കറിയിലോ എന്തിൽ വേണേലും നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ശരീരത്ത് ഈ അയൺ കണ്ടന്റ് കൂടുകയും ചെയ്യും. ഇപ്പം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു 2 ടേബിൾ സ്പൂണൊക്കെ ഫുൾ കറിയിലോട്ട് ഇടുമ്പോഴത്തേൽ അതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ലല്ലോ. അപ്പോൾ അതങ്ങ് കഴിച്ചു പോവുകയും ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറേ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തുണികളൊക്കെ മടക്കി എടുത്ത് വെക്കുവാണ്. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക് ഉള്ള ഒരു ജോലിയാണ് എനിക്ക്. കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നിരുന്നാലും തുണി എപ്പോഴും അലക്കാനും ഉണക്കാനും മടക്കാനും ഒക്കെ ഉണ്ടാവും. എത്ര നമ്മൾ തുണികൾ കുറച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരുന്നിരുന്നാലും എന്തായിരുന്നാലും തുണികളുണ്ടാവും. അപ്പം ഞാനാണെങ്കിൽ ഒരു ബെഡ്ഷീറ്റൊക്കെയാണ് വീക്ക്ലി വൺസ് എപ്പോഴും മാറ്റും. പിന്നെ നമ്മൾ മാറുന്ന ഡ്രസ്സായിരുന്നിരുന്നാലും ചിലപ്പോൾ രാവിലെയും വൈകിട്ടും, ഇപ്പോൾ ചൂടല്ലേ, അപ്പം അങ്ങനെയൊക്കെ മാറും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേൽ ഡ്രസ്സിൻ്റെ എണ്ണം കൂടും, അതനുസരിച്ച് വാഷ് ചെയ്യാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മടക്കുന്നതും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഇത് എടുത്തെടുത്ത് അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പം എനിക്ക് മടിയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഇതിൽ ചെയ്യുന്ന കണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഒരു മടിയില്ലാതെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഈ ചില സമയത്ത് ആരും പറയാതെ വീഡിയോ കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വയ്യാതിരിക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് നാണക്കേട് തോന്നുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ആരും വരല്ലേ എന്ന്. കാരണം അങ്ങനെയൊക്കെ മടിയുള്ള സമയമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവർക്കും ഈ മടി കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിവതും അല്ലാത്തപ്പോൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കാറുണ്ട്. പണ്ടൊക്കെ എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇപ്പോൾ പ്രായത്തിൻ്റെയും എല്ലാത്തിൻ്റെയൊക്കെ ആയിരിക്കാം കുറേ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ റൂമിലെ ഈ ബെഡിൽ ബെഡ്ഷീറ്റ് വിരിക്കാൻ നല്ല പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മാട്രസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വെയിറ്റാണ്, പൊക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റ്സ് അതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ സൈഡിലോട്ട് ഉള്ളിലോട്ട് കടത്തി വെക്കാതിരിക്കുന്നത്. കാരണം അത് എന്നെക്കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അപ്പുറേ ഇപ്പുറയുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ ഈ കോമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പോൾ അതങ്ങ് ഇതായി പോകും കേട്ടോ, അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും